ിലേക്ക് സ്വാഗതം. അമിതമായ ലഹരി ഉപയോഗം നിരവധി യുവാക്കളുടെ ജീവിതം തന്നെ തകർത്തിട്ടുണ്ട്. ഒട്ടേറെ കുടുംബങ്ങളെ, മാതാപിതാക്കളെയാണ് ഇത് കണ്ണീരിലാഴ്ത്തുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട അമിതമായ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട രണ്ട് വാർത്തകളാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. കൊച്ചിയിൽ ലഹരി മാഫിയ യുവാവിനെ തട്ടിക്കൊണ്ടുപോയെന്ന സംഭവവും അതോടൊപ്പം തന്നെ കൊച്ചിയിലെ DJ പാർട്ടിക്കിടെ വൻ ലഹരി ഉപയോഗം നടന്നുവന്ന വാർത്തയുമുണ്ട്. ആദ്യം പോകുന്നത് കൊച്ചിയിൽ ലഹരി മാഫിയ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലേക്കാണ്. മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലർ അജി മുണ്ടാട്ടിന്റെ മകനെയാണ് തട്ടിക്കൊണ്ടുപോയത്. കളമശ്ശേരിയിലെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നാണ് യുവാവിനെ കടത്തിക്കൊണ്ടുപോയതെന്നാണ് പരാതി. പോലീസിൽ പരാതി നൽകിയിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ആജ്ഞ, കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് യുവാവിനെ കളമശ്ശേരിയിലെ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും 2 പേർ, സുഹൃത്തുക്കളെന്ന് പറഞ്ഞെത്തിയ 2 പേർ കടത്തിക്കൊണ്ടുപോയത്. അതിനുശേഷം യുവാവിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല, പോലീസിൽ കുടുംബം പരാതിപ്പെട്ടുവെന്ന് പറയുന്നു. പക്ഷെ പോലീസിന്റെ ഭാഗത്ത് ഇതുവരെയും യാതൊരു കേസോ നടപടിയോ സ്വീകരിച്ചിട്ടില്ല. എന്താണ് ഈ വിഷയത്തിൽ കുടുംബം പറയുന്നത്? ആജ്ഞ. മെട്രോ മൈൻഡ് എന്ന് പറയുന്ന കളമശ്ശേരിയിലെ ഡി അഡിക്ഷൻ സെന്ററിലാണ് ഇത് ചികിത്സയ്ക്കായിട്ട് വന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടുന്ന് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് 10-16 ദിവസം അദ്ദേഹം ട്രീറ്റ്മെന്റിലായിരുന്നു. സ്വമേധയാ ആണ് ട്രീറ്റ്മെന്റിന് തയ്യാറായി വന്നതെന്ന് പറയുന്നു. പക്ഷെ അതിനുശേഷം പിറ്റേ ദിവസം പേരന്റ്സ് വന്ന് ഈ രക്ഷകർത്താക്കൾ ഡോക്ടറെ ഏൽപ്പിച്ചു. അതിനുശേഷം അതായത് രക്ഷകർത്താക്കളല്ലാതെ മറ്റാരെയും കാണാൻ അനുവദിക്കരുത് എന്നുള്ള ഒരു കണ്ടീഷനോട് കൂടി തന്നെയാണ് ഈ ആശുപത്രിയിൽ അഡ്മിഷൻ എടുത്ത ശേഷം അവർ മടങ്ങിയത്. പക്ഷെ 16 ദിവസം ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം 16-ാം ദിവസം 2 പേർ സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ അവന് നേരത്തെ അറിയാവുന്ന ആളുകളാണ്. 2 പേര് ഇവിടെ എത്തിയ ശേഷം സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞിട്ടാണ് അകത്ത് കയറുന്നത്. അകത്ത് കയറിയ ശേഷം അവനെയും കൊണ്ട് പുറത്തു ചാടി ഒരു ബൊലേറോയിൽ അവനെയും കൊണ്ട് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷം ഈ കുടുംബം പോലീസിന്റെ പിന്നാലെ നടക്കുന്നു. അതൊരു കേസ് എടുക്കാൻ നടക്കുന്നത്, അല്ലെങ്കിൽ മകനെ കാണാൻ, മകനെ ഇത്തരത്തിൽ ട്രീറ്റ്മെന്റ് നടന്ന സാഹചര്യത്തിൽ അതിനിടയിൽ നിന്നും മകനെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ പകൽ തുടങ്ങി രാത്രി മുഴുവൻ അവിടെ കുത്തിയിരുന്നെങ്കിലും ഒരു കാര്യം, അതായത് ഒരു നിലപാടും പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ രാത്രി എപ്പോഴും മാത്രമാണ് പേരിന് മാത്രം ഒരു FIR രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഇത് വലിയ, അതായത് സമൂഹത്തിനെ പേടിപ്പെടുത്തുന്ന ഒരു മെസ്സേജാണ് നൽകുന്നത്. കാരണം ഒരു നെക്സസിനുള്ളിൽ നിന്നും ഒരു കുട്ടി അതിൽ അഡിക്റ്റായ MDMA യൂസ് ചെയ്ത്, അല്ലെങ്കിൽ അത്രയും വലിയ തീവ്രമായ മയക്കുമരുന്നിന് അടിമയായ ഒരു ചെറുപ്പക്കാരൻ. തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഇത് ഏറെ ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ്. ഒരു ലഹരിക്കടിമയായ യുവാവ് പിന്നീട് അതിൽ നിന്നും മോചനം നേടുന്ന ആഗ്രഹത്തോടുകൂടി ഡി അഡിക്ഷൻ സെന്ററിൽ ചെല്ലുന്നു. പക്ഷെ അവിടെയും ലഹരി മാഫിയ എത്തി പിന്നീട് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയെന്ന് കുടുംബം പറയുന്നു. ഈ കുടുംബാംഗങ്ങൾ, ഈ യുവാവിന്റെ മാതാപിതാക്കൾ പോലീസിനെ സമീപിച്ചു, ഈ ആശുപത്രി അധികൃതരെ സമീപിച്ചു, അവർ കൈയൊഴിയുന്നു. എന്താണ് ഈ വിഷയത്തിൽ ഈ മാതാപിതാക്കൾ പറയുന്നത്? അവരുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ ആജ്ഞ? തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് തന്നെ അദ്ദേഹത്തോട് ചോദിക്കാം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായിരുന്നു. കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ, അതായത് എന്താണ് അദ്ദേഹം പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. എന്താണ്, ഏത് സാഹചര്യത്തിലാണ് സാർ ആശുപത്രിയിലേക്ക് വന്നത്? ഞാനിപ്പോ ആശുപത്രിയിലേക്ക് വന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ 19-ാം തീയതി ഈ മകൻ ഇവിടെ ഒന്ന് അഡ്മിറ്റ് ആവുന്നുണ്ട് ഈ ഹോസ്പിറ്റലിൽ, കളമശ്ശേരിയിൽ മെട്രോ മൈൻഡ് എന്നുള്ള ഹോസ്പിറ്റലിൽ. അത് മകന്റെ മദറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് വന്നത്. വന്ന് പിറ്റേ ദിവസം തന്നെ നമ്മളുടെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. ഞാനും കൂട്ടി വൈഫും വന്ന് സംസാരിക്കുകയുണ്ടായി. സംസാരിച്ചതിന്റെ കാര്യങ്ങളെല്ലാം തീർപ്പാക്കിയതിനു ശേഷം പോണതിനൊപ്പം തന്നെ പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും ഫോൺ കൈകാര്യം ചെയ്യാൻ കൊടുക്കരുത്. രണ്ടാമത് ആരെങ്കിലും വന്നാൽ, ഫ്രണ്ട്സ് ആരെങ്കിലും വന്നാൽ ഞങ്ങളുടെ അനുമതി കൂടാതെ ആരെയും അനുവദിക്കരുത് എന്ന് പറഞ്ഞിരുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിനിഞ്ഞാന്ന് ഒരു വൈകിട്ടോടുകൂടി ഈ വ്യക്തിയുടെ ഫ്രണ്ട്സ് എന്നും പറഞ്ഞ്, ഫ്രണ്ട്സാണ് 2 പേരും, ഇവന്മാരൊക്കെ ഡ്രഗ് മാഫിയയുടെ വളരെ കരങ്ങളിലുള്ളതാണ്. ഇവരൊക്കെ ഇത് ബിസിനസ്സൊക്കെ ആയിട്ട് നടക്കുന്ന പാർട്ടിയാണ്.
ഇവരിൽ നിന്നൊക്കെ മോചിതമാക്കി കൊണ്ടുപോയി ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ് ഇവിടം വരെ കൊണ്ടുവന്ന് വെച്ചത്, ഇവിടം വരെ എത്തിച്ചത് നമ്മള്. പക്ഷെ ഇവന്മാര് ഈ റാക്കറ്റ് ഇവരെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള വലിയൊരു മെസ്സേജാണ് ഇപ്പൊ കിട്ടുന്നത്. അതിന് ഒത്താശ പിടിക്കുന്നു പോലീസ് എന്നും കൂടെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയണത്. കാരണം ഇവർ വന്നിരിക്കുന്നതും ഒരു തട്ടിപ്പ്, ഒരു എന്താ പറയാ, ഒരു ആൾമാറാട്ട തട്ടിപ്പും കൂടെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം സഹോദരങ്ങൾ എന്ന ലേബലിലാണ് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കയറിയതും അവരുടെ കൂടെ നിന്ന് വളരെ തന്ത്രപരമായിട്ട് ഡോറ് തുറന്ന് അവിടുത്തെ സ്റ്റാഫിനെ തള്ളി മറിച്ചിട്ടിട്ട് ഒരു ബൊലോറോ വാഹനത്തിൽ വിളിച്ചുകൊണ്ടുപോയി. ഈ വാഹനം പോലീസ് കസ്റ്റഡിയിൽ എടുത്തപ്പോൾ അതിന്റെ RC ഓണർ വന്ന് മേടിച്ചുകൊണ്ടുപോയി. ആ വണ്ടിക്ക് ഇൻഷുറൻസ് പോലും ഇല്ലായിരുന്നു എന്നാണ് അന്നേരം എനിക്കറിയാൻ പറ്റിയത്. പക്ഷെ ഈ പോലീസിന്റെ നടപടി വളരെ ദുഃഖകരമായൊരു പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ പോലീസിനെല്ലാം ഈ മാഫിയകളായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ഒരു വിഷയം നടന്നിട്ട് മെന്റലി പ്രശ്നമുള്ള ഒരു വ്യക്തി ചാടിപ്പോയിട്ട് ഇതുവരെയായിട്ടും അല്ലെങ്കിൽ അയാളെ കിടത്തിക്കൊണ്ടുപോയ ആളെ പിടിച്ച് ലോക്കാക്കാൻ പോലും ഇവിടുത്തെ നമുക്ക് കാവൽപ്പടന്മാരായിട്ട് നിൽക്കേണ്ട പോലീസുകാർ ഈ അക്രമമാണ് കാണിക്കുന്നത്. അവര് നമ്മളോടാണ് ദേഷ്യപ്പെടുന്നത്. ഇപ്പൊ ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഹോസ്പിറ്റല് അവരുടെ ലേബിൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എല്ലാ തന്ത്രങ്ങളും നമ്മളെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഭീഷണി എന്ന് വെച്ചാൽ ഭീഷണിയല്ല, അവര് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നു. ഇനി മകൻ മറ്റെന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ ഉള്ളത്, അതിലൊന്നും വലിയ കാര്യമില്ല, അതൊക്കെ നമ്മൾ നോക്കിക്കോളാം ഞാൻ പറഞ്ഞു. പക്ഷെ ഇതിലൊക്കെ ഏറ്റവും വലിയൊരു അപകടം ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് വലിയൊരു മാഫിയ MDMA നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും സുലഭമാണ്. അതിന് നല്ലൊരു ഒത്താശ ഈ നമ്മുടെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നും കൂടെ ഈ അവസരത്തിൽ പറയാനുണ്ട്. ആഭ്യന്തരം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്. കാരണം ഇതൊരു തരം രാസവസ്തുവാണ്. ഈ രാസവസ്തു നമ്മുടെ തലച്ചോറിലേക്ക് ഇൻജക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അതീവ ഗുരുതരമാണ്. മദ്യപാനോ അല്ലെങ്കിൽ ഒരു കഞ്ചാവ് വലിക്കുമാരെയല്ല, ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് മനുഷ്യരെ ഇല്ലാതെയാക്കി കളയുന്ന പ്രശ്നമാണ്. ഈ വിപത്തിനെതിരെ സമൂഹം ഒന്നടങ്കം നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് വളരെ പ്രാധാന്യം ഇവർക്കുണ്ട്, നമ്മുടെ മാധ്യമ പ്രവർത്തകർക്കുണ്ട്. അവരും ഇതൊരു ചലഞ്ചായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോറി ആയിട്ട് എടുത്ത് ഇത് വളരെ സജീവമായിട്ട് ഇതിനെതിരെ പ്രവർത്തിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത്, പരാതി കൊടുത്തിട്ട് പരാതി പോലും സ്വീകരിക്കാൻ മടിച്ചു നിൽക്കുന്ന ഒരു പോലീസ് സമൂഹമാണ് ഇന്ന് കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ. അവിടെ എന്താണ്, സാമ്പത്തികമാണോ അതേപോലെ രാഷ്ട്രീയ ഇടപെടലാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവനെ കൂട്ടിക്കൊണ്ടു പോയ ആളെയും വാഹനത്തെയും അറസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ കൂട്ടിക്കൊണ്ടുപോയ ആളുകള് ഈ നെക്സസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. 100% പല കേസിലും പെട്ടിട്ടുണ്ട്. മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട തന്നെയും അല്ലെങ്കിൽ എക്സൈസ് ഓഫീസായിട്ട് ബന്ധപ്പെട്ട തന്നെയും ഇങ്ങനെ ഇവരുടെ പേരിൽ കേസുള്ളതായിട്ട് കാണാൻ പറ്റും. പല സമയങ്ങളിലും ഈ സാധനം കയ്യിൽ വെച്ചുകൊണ്ട് പോലീസ് പിടിക്കപ്പെട്ടിട്ടുണ്ട്, എക്സൈസ് പിടിക്കപ്പെട്ടിട്ടുണ്ട്, റെക്കോർഡുകളുള്ളതാണ്. അവര് പോലീസിനെ സ്വാധീനിച്ചു തോന്നുന്നുണ്ടോ? 100% സ്വാധീനിച്ചിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ പണം, അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം, അല്ലെങ്കിൽ ഈ ഡ്രഗ് മാഫിയക്കൊക്കെ ചുക്കാൻ പിടിക്കുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ടെന്നേ. അതൊക്കെയാണ് ഇതിന്റെ അകത്തുള്ള വിഷയങ്ങൾ. ഇത് ഈ മകന് 25 വയസ്സായെന്ന് പറയുന്നല്ലോ, ആ ഒരു ഇളവാണല്ലോ പോലീസ് കൊടുത്തത്. പ്രായപൂർത്തിയായ മകനാണ്, അവൻ സ്വന്തം ഇഷ്ടപ്രകാരം വന്നു പോയി, അതിനൊക്കെ നടപടി എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത് ഒരു ഇതാണല്ലോ. പക്ഷെ അതിനകത്ത് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന ഒരാളെന്ന 100% ഉണ്ട്. കാരണം വെച്ചാൽ സ്വന്തം ഇഷ്ടപ്രകാരം വന്നു എന്ന് പറയാൻ പറ്റില്ല. പുള്ളിക്കാരന്റെ മദറിന്റെ ബ്രെയിൻ വാഷിന്റെ ഭാഗമായിട്ടാണ് എത്തിച്ചേർന്നത്. പിന്നെ ഏത് ഹോസ്പിറ്റലിൽ ഒരാൾ വരുമ്പോൾ തന്നെ പിടിച്ച് കയറ്റി ഇഞ്ചക്ഷൻ ചെയ്ത് മയക്കി കിടത്തൂല്ലോ. അപ്പൊ തന്നെ പേരന്റ്സിനെ വിളിച്ച് പേരന്റ്സിന്റെ ഒപ്പീനിയൻ എടുത്തിട്ട് അഡ്മിറ്റ് ചെയ്യുള്ളൂ. ഇതിപ്പോ ഒരു കാഷ്വാലിറ്റി ഇതല്ല. ഇത് കാഷ്വാലിറ്റിയിലാണെങ്കിൽ തന്നെയും ഒരു അപകടം പിടിച്ചു വന്നാൽ ഇവർ പറയുന്ന ന്യായങ്ങളാണ്, പോലീസിന്റെ ന്യായങ്ങളെ പറയണത്. അങ്ങനെ കേസെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ സൂക്ഷിക്കാൻ പറ്റില്ല എന്ന്. അതായത് ഒരു കാഷ്വാലിറ്റിയിൽ ഒരു കാഷ്വാലിറ്റി തന്നെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അയാൾ ആദ്യം പ്രാഥമിക ശുശ്രൂഷ കഴിഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ അവരുടെ റിലേറ്റീവിനെ ബന്ധപ്പെടും. എന്ന് പറഞ്ഞാലും നമ്മളെ റിലേറ്റീവിനെ ബന്ധപ്പെട്ടിരുന്നു. പിറ്റേ ദിവസം ഞാനും വന്നിരുന്നു. അപ്പൊ ഇപ്പൊ പോലീസുകാർ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ആരും അവിടെ സൈൻ ചെയ്ത് കൊടുത്തു. ഇവിടെ ഭയങ്കര നല്ല ഫയൽ അവിടെ ഉണ്ട്. ഞാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ വൈഫ് ഉൾപ്പെടെ സൈൻ ചെയ്ത ഫയൽ ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് ആരോ ഈ മാഫിയകളെ സഹായിക്കുന്ന രീതിയിലേക്കാണ് പോലീസിന്റെ തീരുമാനം വന്നേക്കുന്നത്. ആ വാഹനം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു? ആ വാഹനം കോടതിയിൽ ഹാജരാക്കിയില്ല. ആ വാഹനം എങ്ങനെ ജാമ്യത്തിൽ വിട്ടു? ഈ വ്യക്തികളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇതൊക്കെ വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം മാഫിയകൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പോലീസ് സമൂഹമാണ് ഇന്നിവിടെ ഉള്ളത്.
അതാണ് കേട്ടോ. കാരണം വ്യക്തമാണ് ആ കാര്യത്തിൽ അവർക്ക് ഒരു ഹോസ്പിറ്റലിലെ പ്രൊസീജിയറിനെ പറ്റി നല്ല ധാരണയുള്ള പാരന്റ്സ് ആണ്. അദ്ദേഹം പറഞ്ഞത് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. കാരണം ഒരു കാഷ്വാലിറ്റിയിലാണെങ്കിലും അത് ശരിയാണ്. നമ്മളൊരു പേഷ്യന്റിനെയും കൊണ്ട് ചെന്നാൽ വേണ്ടപ്പെട്ട ഒരു വിവരം അറിയിക്കാതെ അല്ലെങ്കിൽ കൂടെ ഒപ്പം ആളില്ലാതെ ട്രീറ്റ്മെന്റ് എടുക്കില്ല എന്നൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. നമ്മളോട് ഒരു കാര്യം കൂടി ഒന്ന് ചോദിക്കാമോ ഈ പിതാവിനോട്, ആ യുവാവിന്റെ പിതാവിനോട് ഒരു കാര്യം കൂടി ഒന്ന് ചോദിക്കാമോ? കാരണം ഈ മകനെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട് ഈ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും. അത്തരമൊരു ഭീഷണി ഉണ്ടായിരുന്നോ? ഈ കുടുംബത്തിന്റെ അവസ്ഥ, കുടുംബത്തിന് ഇപ്പോൾ ഈ ലഹരി മാഫിയയുടെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടോ ഈ കേസുമായി മുന്നോട്ട് പോകുന്നതിന്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ടവർ പോലീസിനെ സമീപിച്ചിട്ട് പോലും നീതി കിട്ടാത്തൊരു സാഹചര്യം? അങ്ങനെയെങ്കിൽ ഇനി തുടർ നീക്കം എന്താണ് ഈ മാതാപിതാക്കളുടെ? ഏതെങ്കിലും ഒരു തരത്തിൽ ഭീഷണിയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ മകനോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കോ? ഭീഷണിയൊന്നുമില്ല. അതിനകത്തൊക്കെ പല കഥകളുണ്ട്. അതൊന്നും വിഷയമല്ല. ഭീഷണിയൊന്നും വന്നിട്ടില്ല. നിലവിൽ ഇത് വലിയൊരു റാക്കറ്റാണ്. കാരണം ഒരുപാട് കുട്ടികൾ 24 വയസ്സാവുന്ന 18 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ ഇത് ഉപയോഗിക്കുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ. പക്ഷെ ഇതിന് ശക്തമായിട്ട് എതിർക്കാൻ ആർക്കും സാധിക്കുന്നില്ല. എക്സൈസിന്റെ ഭാഗത്തുനിന്നും അവർ പറയുമ്പോൾ കറക്റ്റാണ്. വളരെ നൈസായിട്ടുള്ള, അതായത് ഒരു പഞ്ചസാരയുടെ ഒരു കണിക തന്നെ 4ഉം 5ഉം കട്ടായി കിടക്കുമ്പോൾ അവസ്ഥയുണ്ടല്ലോ, ആ ഒരു അത്രയ്ക്കുള്ള ക്വാണ്ടിറ്റി ഉള്ളൂ. വളരെ ചെറിയ തന്മാത്രകൾ, എന്താ പറയുക എന്ന് പറഞ്ഞാൽ ചെറിയ കണികകളാണ്, ചെറിയ കണികകളാണ്. അതുകൊണ്ട് പോലീസിന് കണ്ടെത്താനും പറ്റുന്നില്ല, എക്സൈസിനും കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ ഇതിനെ ഉറവിടം കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഇതിനകത്ത് അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ ഉറവിടം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം രക്ഷപ്പെടുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത നീക്കം എന്താണ്? അതായത് പോലീസിന്റെ ഭാഗത്തും നീതി കിട്ടുന്നില്ല എന്നുള്ളൊരു ഇതിലെത്തിയല്ലോ. അപ്പോൾ തുടർ നീക്കം എന്താണ്? ഇവിടെ കളമശ്ശേരി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ തീരുമല്ല, എന്റെ അല്ലാതെ. അതിന് മുകളിലേക്ക് DSP ഉണ്ട്, SP ഉണ്ട്, കമ്മീഷണറുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. അതിന് മുകളിലേക്ക് ഏതറ്റം വരെ പോണേലും പോകും. പക്ഷെ അതിനകത്തൊന്നും മടിയൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഇതെല്ലാവരും ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കാത്തതെന്ന് വെച്ചാൽ നാണക്കേട് എന്നുള്ളൊരു ഫാക്ട് എപ്പോഴും ഇതിനകത്തുണ്ട്. അതല്ല വേണ്ടത്. നമുക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു അനുഭവം ഉണ്ടായാൽ അത് മറ്റൊരാൾക്ക് വരരുത് എന്നുള്ളൊരു എന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. എന്റെ പരിസരത്തുള്ള പലവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ മക്കളെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ ഏത് രീതിയിൽ എടുത്തൊന്നും ഞാൻ നോക്കുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ പോയി പണി നോക്കാൻ പറയുന്ന ഒരു സ്വഭാവത്തിൽപ്പെട്ട ആളാണ്. കാരണം അവരുടെ നന്മയ്ക്ക് വേണ്ടി പറയണമെന്ന് അവർ തീരുമാനം അവരങ്ങനെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ആ വിഷയം അവിടെ തീർന്നു. അങ്ങനെ ഓരോ വ്യക്തികളെയും നമ്മൾ പിന്തിരിപ്പിച്ചാൽ നമ്മുടെ സമൂഹം നല്ലതായിട്ട് വരും. അല്ലെങ്കിൽ ഈ രാസപദാർത്ഥം എന്നും ഒരു വിപത്താണ് ഈ സമൂഹത്തിന്. അതൊരു മനുഷ്യനെ ഇല്ലാതെയാക്കുന്ന, അവരുടെ ആന്തരിക അവയവങ്ങൾ തന്നെ നശിപ്പിക്കുന്ന ഒരു സാധനമായിട്ടാണ് നമുക്ക് തോന്നുന്നത്.